Hi, in this lecture we are going to discuss about expressions in C programming language. C programming language ഉള്ള expressions നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് expressions ഉണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. Now what is an expression? Expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? An expression is a formula in which operands are linked to each other by the use of operators to compute a value. ഒരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓപ്പറാൻസിനെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ എക്സ്പ്രഷൻസിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓപ്പറാൻസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ആൻ ഓപ്പറാൻഡ് ക്യാൻ ബി എ ഫംഗ്ഷൻ റെഫറൻസ്, ഒരു ഫംഗ്ഷനുള്ള റെഫറൻസ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ വേരിയബിൾ, ഒരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആൻ അറേ എലമെന്റ്, ഒരു അറേയുടെ എലമെന്റ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റും ആവാം. സോ ഇത്രയും ടൈപ്പ് ഓഫ് ഓപ്പറാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പ്രഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. നൗ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഹിയർ യു ക്യാൻ സി വി ഹാവ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഹിയർ ദ മൈനസ് ക്യാരക്ടർ ഈസ് ദ ഓപ്പറേറ്റർ. ഈ മൈനസ് സിമ്പിൾ ആണ് നമ്മളുടെ ഓപ്പറേറ്റർ. നമ്മൾ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് മൈനസ് എന്ന് പറയുന്നത്. ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എന്താണ്? രണ്ട് ഓപ്പറാൻസ് ആണ്. എ എന്ന് പറയുന്ന ഓപ്പറാൻഡിൽ നിന്നും, അതായത് അതിന്റെ വാല്യൂയിൽ നിന്നും ബി എന്ന് പറയുന്ന ഓപ്പറാൻഡിന്റെ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Now, ഏതൊക്കെ ടൈപ്പ് എക്സ്പ്രഷൻസ് നമ്മളുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ there are 4 types of expressions in C programming language. First one is the arithmetic expression, second one is the relational expression, third one is the logical expression, and finally the fourth one is the conditional expression. ഇത്രയും ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളത്. Now each type takes certain type of operands and uses a specific set of operators. ഈ ഓരോ ടൈപ്പ് എക്സ്പ്രഷൻസും സ്പെസിഫിക് സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സും അതേപോലെ ഓപ്പറാൻസും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആയിരിക്കില്ല റിലേഷണൽ എക്സ്പ്രഷൻസിൽ, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസിൽ, അല്ലെങ്കിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓരോ എക്സ്പ്രഷൻസിനും അതിൻ്റെതായ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സും അതിൻ്റെതായ സെറ്റ് ഓഫ് ഓപ്പറാൻസും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി വി ഹാവ് എക്സ് ഈക്വൽ ടു 27/11 പ്ലസ് പി മൈനസ് ക്യൂ ദെൻ എൻഡഡ് വിത്ത് സെമികോളൻ. ഇതിനെ നമ്മളൊരു എക്സ്പ്രഷൻ എന്നുള്ളതല്ല പറയുന്നത്, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഈ എൻറ്റയർ ഇത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഈക്വൽ ടു സിമ്പിളിന് ശേഷമുള്ള ഈ ഒരു പാർട്ട് മാത്രമാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 27/11 പ്ലസ് പി മൈനസ് ക്യൂ എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ. ഈ എൻറ്റയർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളതിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. സോ ഈക്വൽ ടു സിമ്പിളിന് ശേഷമുള്ളത് മാത്രമാണ് എന്ത്? എക്സ്പ്രഷൻ. ഓക്കെ, നൗ ഫസ്റ്റ് വൺ ഈസ് ദ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It consists of operands and arithmetic operators. Arithmetic operatorsഉം അതുപോലെ ഓപ്പറാൻസും ഉള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. Now it is used to compute a value of type int, float and double. Integer, floating point numbers അതുപോലെ ഡബിൾ ടൈപ്പ് ഓഫ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, now expressions are evaluated by performing one operation at a time. ഒരു ഓപ്പറേഷൻ അറ്റ് എ ടൈമിൽ നടത്തിയിട്ടാണ് ഈ എക്സ്പ്രഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് ഡിസൈഡ് ദ ഓർഡർ ഓഫ് ഇവാലുവേഷൻ. ഏത് ഓർഡറിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റി റൂൾ അനുസരിച്ചാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നൗ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിൽ ഡിഫറെന്റ് കേസുകൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഹിയർ യു ക്യാൻ സി വി ഹാവ് 3/2 ഈൽസ് 1, നോട്ട് 1.5. ഇവിടെ നമ്മൾ 3/2 എന്ന്
എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. നമുക്ക് കിട്ടുന്നത് 1.5 അല്ല 1 ആണ് കിട്ടുക. കാരണം ബോത്ത് ഓപ്പറൻസ് ആർ ഇൻറ്റിജർ. ഇവിടെ 3ഉം 2ഉം എന്താണ്, ഇന്റ് വാല്യൂസ് ആണ്. സോ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 1.5 എന്നുള്ളതിന്റെ ഈ 0.5 ഡെസിമൽ പോയിന്റ് വാല്യൂ നെഗ്ലക്ട് ചെയ്യും. നമുക്ക് റിസൾട്ട് 1 മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു കേസ് നോക്കുക. 2.0 by 2.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1.0 ആയിരിക്കും. 1 എന്നുള്ളതല്ല, കാരണം ബോത്ത് ഓപ്പറൻസ് 2.0 2.0 എന്ന് പറയുന്നത് രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടും ഫ്ലോട്ടിൽ തന്നെ ആയിരിക്കും. അതായത് 1.0 എന്നായിരിക്കും, 1 എന്നുള്ള അല്ല. ഈ 1 എന്ന് പറയുന്നത് 1.0 എന്ന് പറയുന്നതും ഡിഫറെന്റ് ടൈപ്പ് ആണ്. ഒന്ന് ഇൻറ്റിജർ ടൈപ്പ് ആണ്, ഒന്ന് ഫ്ലോട്ട് ടൈപ്പ് ആണ്. ഓക്കെ, ദെൻ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 6 by 2.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3.0 എന്നുള്ളതാണ്. 6 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആണ്, 2.0 എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂ ആണ്. സോ ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ഫ്ലോട്ട് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ് 3.0. കാരണം ഫസ്റ്റ് ഓപ്പറാൻഡ് ഇൻറ്റിജർ ആണെങ്കിലും ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഓപ്പറാൻഡിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 6 എന്ന് പറയുന്നത് 6.0 by 2.0 എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.0 എന്നുള്ള റിസൾട്ട് ആണ്. ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. 6 into 2 by ബ്രാക്കറ്റിൽ 2 plus 1 into 2 by 3 plus 6 then plus 8 into 8 by 4. ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ നമ്മൾ പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഈ ഒരു 1 into 2 എന്നുള്ള കാൽക്കുലേഷൻ ആണ് ആദ്യം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്തിട്ടുണ്ട്, 2 plus 2 എന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 2 by 3 എന്നുള്ള കാൽക്കുലേഷൻ ആണ്. 2 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. സോ അവിടെ 0 ആയി മാറി. കാരണം 2 by 3 എന്ന് പറയുന്നത് നമുക്ക് രണ്ടും ഇൻറ്റിജേഴ്സ് ആണ്. സോ 0 പോയിന്റ് എന്നുള്ളതാണ് വാല്യൂ വരിക. പക്ഷെ രണ്ടും ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് 0 മാത്രമാണ് ആൻസറിൽ കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഇത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 2 plus 0 plus 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8 കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ 6 into 2 എന്ന് പറഞ്ഞിട്ട് 12 നമുക്ക് കിട്ടും. അതേപോലെ നമുക്കിവിടെ 8 by 4 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 2 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പിൽ 12 by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നായി മാറിയിട്ടുണ്ട്. സോ 1 plus 8 into 2 8 into 2 എന്ന് പറയുന്നത് 16 ആയി. സോ റിസൾട്ട് എന്ന് പറയുന്നത് 17 ആയിരിക്കും. ഈ രീതിയിലാണ് നമുക്ക് കാൽക്കുലേഷൻ, ഈ ഒരു എക്സ്പ്രഷൻസിന്റെ അരിത്മെറ്റിക് എക്സ്പ്രഷൻസിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. സോ ഇവിടെ ഈ മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് വരുന്ന ടൈമിൽ ഇതിന്റെ പ്രിസീഡൻസും അതേപോലെ അസോസിയേറ്റിവിറ്റിയും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ കാൽക്കുലേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ അടുത്ത എക്സ്പ്രഷൻ ആണ് നമ്മളുടെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നൗ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു ഓപ്പറൻസ്. രണ്ട് ഓപ്പറൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. നൗ ഇറ്റ് ഈസ് എ കണ്ടീഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസൈഡ് whether the action should be taken or not. നമുക്കൊരു ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഈ റിലേഷണൽ എക്സ്പ്രഷൻസിന്റെ റിസൾട്ടിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. നൗ എ ന്യൂമറിക്കൽ വാല്യൂ cannot be compared with a string value. നമുക്കൊരു റിലേഷണൽ എക്സ്പ്രഷൻസിൽ ന്യൂമറിക്കൽ വാല്യൂവിനെ സ്ട്രിംഗ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കമ്പയർ സ്ട്രിംഗ് വാല്യൂ വിത്ത് സ്ട്രിംഗ് വാല്യൂ, വി ക്യാൻ കമ്പയർ ന്യൂമറിക്കൽ വാല്യൂ വിത്ത് ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ന്യൂമറിക്കൽ വാല്യൂവിനെ സ്ട്രിംഗ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോ ദ റിസൾട്ട് ഓഫ് ദ എക്സ്പ്രഷൻ ക്യാൻ ബി എയ്തർ 0 ഓർ എ നോൺ സീറോ വാല്യൂ. ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആവാം ഈ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൾസിന് ഈക്വൽ ആണ്, നോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ എന്ന് പറയുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, നോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മോഡുലസ് 2 ഈക്വൽ ടു 0, അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ മോഡുലസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആണോ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ ചെക്ക് ചെയ്യുന്നത്. സോ 0 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം.
അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി നോട്ട് ഈക്വൽ ടു ക്യൂ. ഈ നമുക്ക് പി എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. പിയും ക്യൂവും ഈക്വൽ അല്ലെങ്കിൽ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ചെയ്യാം, ഈക്വൽ ആണെങ്കിലോ നമുക്ക് വേറൊരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ചെയ്യാം. സോ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. Then we have a plus b equal to x plus y. a plus b എന്ന് പറയുന്നത് x plus y എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. Then n greater than or equal to 9. n എന്ന് പറയുന്ന വേരിയബിൾ 9 അല്ലെങ്കിൽ 9നേക്കാൾ കൂടുതലാണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, now അടുത്ത ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആണ് ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ലോജിക്കൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്? Now it is used to compute either a zero or a non-zero value. ഒരു സീറോയോ അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. Now it is a complex test condition to take a decision. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോംപ്ലക്സ് ടെസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ we have an example n greater than 4 and n less than 5. n greater than 4 ആണെങ്കിലും അല്ലെങ്കിൽ n less than 6 ആണെങ്കിലും മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സോ അങ്ങനത്തെ കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് n greater than 4 ആണെങ്കിൽ അത് കൂടാതെ n less than 6 കൂടെ ആവണം. സോ n greater than 4 ആവണം, n less than 6 ആവണം. അതായത് n equal to 5 എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നർത്ഥം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ n greater than 10 or m less than 11. n എന്ന് പറയുന്ന വേരിയബിൾ 10നേക്കാൾ കൂടുതലാവണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് കണ്ടീഷൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അല്ലെങ്കിൽ m എന്ന് പറയുന്ന വേരിയബിൾ 11നേക്കാൾ കുറവായിരിക്കണം. ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ നമുക്ക് ആ പറയുന്ന സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. n greater than 10 അല്ലെങ്കിൽ m less than 11 എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ p greater than or equal to 10, അത് നെഗേഷൻ ഉണ്ട്, നോട്ട് ഈക്വൽ ടു, അത് p greater than 10 അല്ലെങ്കിൽ എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. p greater than 10 അല്ലെങ്കിൽ and q equal to 2. q 2 ആവണം, p greater than or equal to 10 ആവുകയും ചെയ്യരുത് എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, നൗ അടുത്ത ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൗ ഇറ്റ് റിട്ടേൺസ് 1 ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, അല്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് 0. നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 1 ഓർ ഇറ്റ് വിൽ റിട്ടേൺ 0. അങ്ങനത്തെ കണ്ടീഷൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. നൗ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ എന്ന് നമ്മൾ ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ലൈക്ക് എക്സ്പ്രഷൻ 1 ട്രൂ ആണോ, ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അതായത് എക്സ്പ്രഷൻ 1 ട്രൂ ആണോ, ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പ്രഷൻ 3 എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർ റിസൾട്ട്, നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളുടെ റിസൾട്ട്. സോ റിസൾട്ട് എന്ന് പറയുന്നതിന്റെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആണ്. അപ്പൊ ഇവിടെ നമ്മളുടെ എക്സ്പ്രഷൻ എന്താണ്? മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണോ, മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നതാണ്, അതായത് പാസ്, അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിൽ, എഫ്. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്. അതായത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എന്തിനനുസരിച്ചാണ്? മാർക്കിനനുസരിച്ചാണ്. മാർക്ക് 40ലും കൂടുതലാണെങ്കിൽ പാസ് പി ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, കൺസിഡർ സബ്സ്ക്രൈബിംഗ്, ഹെൽപ്പ് ദ ചാനൽ ഗ്രോ, share with your friends. I will see you in the next lecture. Thank you.